ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് തിരുവനന്തപുരം സ്പെഷ്യാലിറ്റീസ്, തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം, കേരളത്തിൻ്റെ തലസ്ഥാന നഗരം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നഗരങ്ങളിലൊന്ന് തിരുവനന്തപുരം. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 214 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 28,91,000 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ IT കേന്ദ്രം അല്ലെങ്കിൽ വിവരസാങ്കേതികവിദ്യയുടെ ഒരു മെയിൻ കേന്ദ്രമാണ് തിരുവനന്തപുരം എന്നത്. അതിന് കാരണം സംസ്ഥാനത്തിൻ്റെ 55% സോഫ്റ്റ്വെയറിൻ്റെ കയറ്റുമതി ചെയ്യുന്നത്, 55% കയറ്റുമതി ചെയ്യുന്നത് ഇവിടെ നിന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു IT കേന്ദ്രമെന്ന്, ടെക്നോ പാർക്കൊക്കെ IT കേന്ദ്രമെന്ന് പറയുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ട്രിവാൻഡ്രം, തിരുവനന്തപുരം എന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് മെയിൻലാൻഡിൻ്റെ തെക്കേറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് തിരുവനന്തപുരം. മഹാത്മാഗാന്ധി ഇതിനെ നിത്യഹരിത നഗരം എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരത്തിനെ നിത്യഹരിത നഗരം എന്നായിരുന്നു മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ AD 10ാം നൂറ്റാണ്ടിൽ അയന്മാന്മാരുടെ കീഴിലായിരുന്നു ഈ നഗരം. പിന്നീട് 12ാം നൂറ്റാണ്ടിൽ വേണാട് രാജ്യം ഇവിടെ കീഴടക്കി. പിന്നീട് 18ാം നൂറ്റാണ്ടിൽ ഇത് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കയ്യിലായി. അപ്പോൾ മാർത്താണ്ഡവർമ്മ രാജാവ് തിരുവിതാംകൂർ നാട്ടുരാജ്യം രൂപീകരിക്കുകയും അതിന് തലസ്ഥാനമായിട്ട് തിരുവനന്തപുരത്തെ തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. പിന്നീട് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് 1947 തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തിരുവനന്തപുരം. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ 1956 തിരുവനന്തപുരത്തെ തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തു. പിന്നീട് അതായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതോടൊപ്പം BC, അതായത് ക്രിസ്തുവിന് മുമ്പ് BC 1000 കാലഘട്ടത്തിൽ തന്നെ ഇവിടേക്ക് കപ്പലുകൾ വന്നിരുന്നതായിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കപ്പലുകൾ വന്നിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് BC 1036 സോളമൻ രാജാവിൻ്റെ കപ്പൽ ഇവിടെ വന്നിറങ്ങിയതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ 2012 ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫീൽഡ് സർവേയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ അനുയോജ്യമായ മികച്ച കേരള നഗരമായിട്ട് തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം അതേ വർഷം തന്നെ ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ ജീവിക്കാൻ അനുയോജ്യമായ 15 സിറ്റികളിൽ 15ാം സ്ഥാനം ട്രിവാൻഡ്രം നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ളൊരു നഗരമാണ് തിരുവനന്തപുരം എന്നത്. താഴ്ന്ന തീരപ്രദേശത്തെ മലനിരകളാൽ അലിയടിക്കുന്ന മനോഹരമായ ഭൂപ്രകൃതിയാണ് ഈ നഗരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നത്. കോവളവും ശംഖുമുഖവും അങ്ങനെ നിരവധി പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ബീച്ചുകളൊക്കെ ഉണ്ട്. തിരുവനന്തപുരം വളരെയധികം ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണെന്ന് പറയാം. പ്രത്യേകിച്ച് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ ഒട്ടേറെ പേരെ ഇവിടേക്ക് ആകർഷിക്കുന്ന ഇതിലൊന്നാണ് എന്ന് പറയാം. തിരുവനന്തപുരം സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.